പറയുന്നത്. ഇതൊക്കെ ഡേറ്റാസാണ്. MBBS പഠിച്ചാലും ഡേറ്റാസാണ്, കാസിമി പഠിച്ചാലും ഡേറ്റാസാണ്. കാസിമി, ബാക്കവി, ഫൈസി, കുയിസി ഇതൊക്കെ ഡേറ്റാസാണ്, മഅരിഫത്തല്ല. മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം സ്രഷ്ടാവിനെ തനിക്ക് ബോധ്യപ്പെടില്ല, അത് ത്യാഗ, അപ്പണ്യ. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി മതിയാവും. ആ വ്യക്തിക്ക് അബദ്ധം പറ്റൂലേ? തീർച്ചയായും പറ്റാം. പക്ഷെ അതേ സമയത്ത് ആ വ്യക്തി നന്മയിൽ അധിഷ്ഠിതമായ വ്യക്തിയായിരിക്കും. തനിക്ക് അബദ്ധം പറ്റിയാൽ അടുത്ത സെക്കൻഡിൽ എന്ത് പറയും? തെറ്റായിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, മഴ പെയ്ത് ഒരാൾ മഴ ചൂടി കുട ചൂടി വാഴക്കാട് പള്ളിയൊക്കെ വന്നപ്പോൾ കണ്ണിയത്ത് പള്ളിയിലുണ്ട്, കുട പുറത്തേക്കൂലാറും. അപ്പം പിന്നെയും കണ്ണിയത്ത് പറഞ്ഞു ഇത് പള്ളിയാണ്, ഇത് ഖുർആൻ നിസ്കരിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്, അതല്ല എൻ്റെ കുട സ്ഥലമല്ല, കുടപ്പുറത്ത് കയറും, കുടപ്പുറത്തേക്കൂലാറും. പിന്നെയും പറഞ്ഞു കണ്ണിയത്ത് കുടപ്പുറത്ത് കയറും, പുറത്തേക്കൂലാറും. അപ്പം ഇയാൾ പറഞ്ഞേ, നിങ്ങളെ കുട മെമ്പറിൻ്റെ ചോട്ടിൽ ചുരുട്ടി മടക്കി വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെ കുട മെമ്പറിൻ്റെ ചോട്ടിൽ അങ്ങനെ വെക്കാനും ഇന്നെപ്പോലത്തെ ഒരു മഴക്കാലത്തെ ഒരു കുട അങ്ങോട്ട് കയറ്റാൻ പറ്റും, ഇത് എവിടുത്തെ ന്യായം വെച്ചു. അപ്പോൾ കണ്ണിയത്തി നോക്കുമ്പോൾ പണ്ടെന്നോ ഒരു കുട, കണ്ണിയത്തിൻ്റെ കുട മെമ്പറിൻ്റെ അടിഭാഗത്തൊരു ഒഴിവുള്ള സ്ഥലമുണ്ട്, അവിടെ ചുരുട്ടി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണിയത്തി തിരിച്ചു വന്നാണ് പറഞ്ഞു, ഞാൻ അറിയില്ല, ഓർമ്മല്ല, കുട്ടിയെ മാപ്പാക്കണം എന്ന് പറഞ്ഞു. മാപ്പാക്കൂല. ഇത് ദൃക്സാക്ഷിനോട് പറഞ്ഞതാ, ആള് മരിച്ചുപോയി. ഒരു ദൃക്സാക്ഷിനോട് പറഞ്ഞ, ഒരു വയസ്സായ ദൃക്സാക്ഷിനോട് നേരിട്ട് പറഞ്ഞ സംഭവം. അത് പൊരുത്തപ്പെടില്ലാറും അല്ല, പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ജമാഅത്തിന് ആളുകൾ വന്നിട്ട് ജമാഅത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജമാഅത്തിന് വന്ന ആളുകളെ മുന്നിൽ നിങ്ങളാണ് പറയണം, ഞാനും ഇവനും തമ്മിലൊരു തർക്കമുണ്ടായി, ആ തർക്കത്തിൽ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഓൻ്റെ ഭാഗത്താണ് ശരി, എൻ്റെ ഭാഗത്ത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞാൽ പൊരുത്തപ്പെടാറ്. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇന്നിപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു സമസ്തൻ്റെ പ്രസിഡൻറ്റിനോട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ വരെ ഓനെ തല്ലിട്ടിട്ട് ആ നാട്ടിൽ നിന്ന് പെര പൊളിച്ച് പോകേണ്ടി വരും. കാരണം അത്രയും വലിയ മാനോട് എങ്ങനെയാണ് അത് പറഞ്ഞു വെച്ചാൽ തല്ലോട് തല്ല്, അടിയോട് അടിയോ, എല്ലാവരും തല്ലും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കണ്ണിയത്തിനും പറഞ്ഞൂടെ, ഞാനിവിടുത്തെ സമസ്തൻ്റെ പ്രസിഡൻ്റാണ്, ഞാൻ ഒരു വ്യക്തിയെ ദോഷാക്കാനല്ല പറഞ്ഞത്, ആ മനുഷ്യന് അള്ളാഹു കൊടുത്ത ആത്മജ്ഞാനാണ് ഈ പറഞ്ഞത്. അള്ളാഹിൻ്റെ കോടതിയിൽ എൻ്റെ അമല് മുഴുവൻ കൊണ്ടുപോകുന്ന പേടി, അങ്ങനെ കൊണ്ടുപോകാനും. ജമാഅത്ത് കഴിഞ്ഞപ്പോൾ കണ്ണിയത്ത് എണീറ്റ് എന്നാണ് എന്ത് പറഞ്ഞു, ഞാനും വരുന്ന പോലെ തർക്കമുണ്ടായിരുന്നു ഒരു കുടൻ്റെ കാര്യത്തിൽ, തെറ്റിൻ്റെ വശത്താണ് കേട്ടോ എന്ന് ജനങ്ങളോട് പറഞ്ഞു. ഞാൻ പൊരുത്തപ്പെട്ടു നോനും പറഞ്ഞു. ഇതൊരു ചരിത്രമാണ്, ഇത് ഡാറ്റാസ് അല്ല. ഇതിൻ്റെ കാരണം എന്താ? ആ ആലിമിന് എന്തുണ്ട്? മാരിഫത്തുണ്ട്, ആത്മജ്ഞാനം. എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഞാൻ തോൽക്കുമോ എന്നുള്ള